സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ നല്ലോണം വർക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമുക്ക് കുറേ നാളത്തെ ഡാറ്റ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എന്നിട്ട് നമ്മൾ നിഫ്റ്റിയിൽ 50 മിനിറ്റിലാണ് ടൈം ഫ്രെയിം വെക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് 15 ഒരു ഡേ തുടങ്ങിക്കഴിഞ്ഞിട്ട് 9:45 തൊട്ടിട്ടാണ് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കുറച്ച് ബാക്കോട്ട് പോയിട്ടുള്ള കുറച്ച് ഡാറ്റ കാണിച്ചു തരാം. ഇത് ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പം ഞാൻ 12-ാം തീയതിത്തെ ഒരു ഉദാഹരണം എടുത്തുള്ളത്. അതിൽ 1, 2, 3 മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഈ ക്യാൻഡിൽ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് അവിടുന്ന് ഞാനൊന്ന് കയറ്റിയിട്ട് ഒരു 2-3 പോയിൻ്റ് കയറ്റിയിട്ട് ഞാൻ ട്രേഡ് എടുത്തു. എന്നിട്ട് ഈ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത്. 1:1 റേഷ്യോയിലാണ്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കയറ്റുക. ചില ദിവസം അത് നല്ല മുടക്കി കയറിപ്പോവും. അപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോവുക. ഇതിപ്പോൾ അത് കറക്റ്റ് 1:1 റേഷ്യോ ആയിരിക്കും ഇന്ന് പോയിട്ടുള്ളത്. എന്നിട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്ത്. അപ്പോൾ കണ്ടോ, ഇത് കറക്റ്റായി വർക്കാവുന്നുണ്ട്. അടുത്തത് നമ്മളിപ്പോൾ അടുത്ത ദിവസത്തെ നോക്കുകയാണ്. നാളെ 15-ാം തീയതി നോക്കുകയാണ്. 1, 2, 3 മൂന്നാമത്തെ ക്യാൻഡിൽ ഹൈയും ലോയും മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഡോജി ക്യാൻഡിൽസും അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. എന്ന് വെച്ചാൽ അതൊന്നും ചിലപ്പോൾ വർക്കാവില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ ഹൈ ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് അടിയിലായിട്ടും വെച്ചു. ഈ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ലെഫ്റ്റ് പോയിന്റിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചു. അത് കറക്റ്റ് ഇത് കുറേ 1:2, 2.5 ഒക്കെ കയറിപ്പോയിട്ടുണ്ട്. നല്ല കയറ്റം കയറിപ്പോയിട്ടുണ്ട്. പിന്നെയാണ് അത് അടിക്ക് ഇതാക്കിയിട്ടുള്ളത്. പിന്നെ അടുത്ത ദിവസത്തെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ 1, 2, മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തിട്ടു. പിന്നെ ആ ലോ ബ്രേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ആകുമ്പോൾ ഇത് ലോയാണ് ബ്രേക്കായി 22-ാം തീയതി. അപ്പോൾ ഇതിൽ നമ്മൾ ട്രേഡ് എടുത്തു. അതിൻ്റെ ഹൈ പോയിന്റിലായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തു. കറക്റ്റ് 1:1 റേഷ്യോ പോയി നമുക്ക് പ്രോഫിറ്റും കിട്ടി. ഇതിപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് സെയിം ബാങ്ക് നിഫ്റ്റി എല്ലാത്തിലും വർക്കാവും. പിന്നെ അടുത്തത് 26-ാം തീയതിയിലാണ്. 26-ാം തീയതി അതേപോലെ തന്നെ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, ഇത് സെയിം പ്രൊസീജിയർ തന്നെ പ്രോസസ്സ് തന്നെ ചെയ്തു. ഹൈയും ലോയും മാർക്ക് ചെയ്തു. അതിൻ്റെ ലോ ബ്രേക്കായി. എന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഹൈ സ്റ്റോപ്പ് ലോസ് ആയിട്ടും വെച്ചു. ലോ എന്ന് പറയുന്നത് ലോയിൽ 1:1 ടാർഗറ്റും വെച്ചു. കറക്റ്റ് ആ ടാർഗറ്റിൽ വന്ന് അടിച്ചിട്ട് പിന്നെ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് പോയി. പിന്നെ അതേപോലെ തന്നെ അടുത്തത് നോക്കിയപ്പം അടുത്തത് തന്നെ നമ്മൾ എടുത്തത് 20 ഡേറ്റ് കറക്റ്റായിട്ട് 29-ാം തീയതിയാണ് എടുത്തത്. അതിൽ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത്. ഇത് ശരിക്കും എടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അതൊരു
നമുക്കൊരു തൂജ് പോലത്തെ ക്യാൻഡിലാണത്. അപ്പോൾ അത് എടുക്കാൻ പാടില്ല, എന്നാലും അത് എടുത്തപ്പോൾ നമുക്ക് കിട്ടി. നമ്മുടെ കറക്റ്റ് ടാർഗറ്റ് അടിച്ചു. പിന്നെ ഇന്നത്തേലും 1, 2, 3 ക്യാൻഡിൽ നമ്മൾ വരച്ചിട്ടു. 3ാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ലോയും നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഹൈ ആണെങ്കിൽ ബ്രേക്ക് ചെയ്തു. ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് ഇന്നലത്തെയാണ് ഞാനത് ട്രേഡ് എടുത്ത് 3ാമത്തേൻ്റെ ഇതും ഹൈയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു. ലോയില് സ്റ്റോപ്പ് ലോസ് വെച്ചു. എന്നിട്ട് മുകളിലേക്ക് അത്യാവശ്യം നല്ല മുകളിലേക്ക് അത് കയറിപ്പോയി. അന്നത്തെ ദിവസം മൊത്തം പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇത്രയാണ് 15 മിനിറ്റിൻ്റെ സ്ട്രാറ്റജി വരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.